ബിൽഡിംഗ് പൊളിഞ്ഞു വീണ ഈ കോൺക്രീറ്റ് പാളികൾക്ക് ഏകദേശം 40 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് പാളികൾ ഇതിനകത്തോടെ റേസ് പോയിട്ട് റേസ് പോയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യും. സൗണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇതാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. നമുക്ക് സിഗ്നൽ ചെയ്ത് നമുക്ക് അതിന്റെ നമ്മൾ 100 മീറ്റർ റേഡിയസിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് അത് ഗ്രാഫിക് റെപ്രസെന്റേഷനിൽ അറിയാൻ പറ്റും. ഇവിടെ ലഭിച്ച സിഗ്നൽ എന്താണ്? ഇവിടെ ഇപ്പൊ അത് ആക്ച്വലി ഒരു ബ്രീത്തിങ് സിഗ്നലാണ് കിട്ടുന്നത്. ബ്ലൂ രണ്ടായിട്ട് അറിയുന്നത്. മൂവ്മെന്റ് ആണെങ്കിൽ റെഡിൽ നമുക്ക് ഗ്രാഫ് അറിയാം, ബ്രീത്തിങ് ആണെങ്കിൽ ബ്ലൂ. ഇവിടെ ബ്ലൂ എത്ര ഡെപ്തിലേക്ക് പോയിട്ടുണ്ടാവും അത് അറിയാം. ഇത് അവിടെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ ചില റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ സിഗ്നൽ പതിഞ്ഞതിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. റെഡ് ബ്ലൂ രണ്ട് തരത്തിലാണ്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ആണെങ്കിൽ അത് റെഡ്, ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് അവിടെ ഒരു കിച്ചൺ ആണെന്നും അതൊരു സ്റ്റോർ ആണെന്നും പറഞ്ഞത്. അതുകൊണ്ടാണ് അവരവിടെ നോക്കുന്നത്. ഓപ്പറേഷൻസ് മൊത്തം അതിന്റെ ഓഫീസേഴ്സാണ്. ഞങ്ങളിത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന ശ്വാസോച്ഛ്വാസം നടത്തുന്നു അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നു. ആ തരത്തിലുള്ളൊരു സിഗ്നലാണ് അവിടെ നിന്ന് ലഭ്യമായത്. വീടുണ്ടായിരുന്ന സ്ഥലത്തിന് സമീപത്ത് നിന്നാണ് അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് കണ്ടെത്താനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റേതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുകയാണ്, അതാകട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ പരിശോധന പുരോഗമിക്കുന്നു. ഗ്രൗണ്ട് പെനട്രേറ്റീവ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഒരു ജീവന്റെ സാന്നിധ്യം. ഈ ദുരന്തം നടന്ന് 4-ാം നാൾ വൈകുന്നേരം 5 മണിയോടടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 4:30 ശേഷമാണ് ഇങ്ങനെയൊരു വിവരം നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു ശ്വാസം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. അത് മനുഷ്യനോ മറ്റു ജീവജാലങ്ങളോ എന്ത് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇതാ ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നേരത്തെ അവർ മാറി നിൽക്കുകയായിരുന്നു. അവിടെ ആകെ ചെളി ആഴത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നിൽക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അവിടെ ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം നമുക്ക് പറയാം, കാരണം ഒരു ജീവനാണ് അതിനുള്ളിലുള്ളത്. അതിനെ കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്.